രാജ്യത്തെ അവശ്യ സേവനങ്ങൾക്ക് നിരോധിക്കപ്പെട്ട 500,000 രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. നാളെ മുതൽ പഴയ നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് മാറിയെടുക്കേണ്ടി വരും. സർക്കാർ സേവനങ്ങൾക്കും ഇനി പുതിയ നോട്ട്. ആറന്മുള വിമാനത്താവളത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിയതുൾപ്പെടെ എല്ലാ സർക്കാർ ഉത്തരവുകളും റദ്ദാക്കാൻ മന്ത്രിസഭാ തീരുമാനം. പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഉത്തരവുകൾ റദ്ദാക്കുന്നത്. കോഴിക്കോട് വടകരയിൽ 5 പേരെ തെരുവുനായ കടിച്ചു. 3 സ്ത്രീകൾക്കും 1 പുരുഷനുമാണ് കടിയേറ്റത്. ഒരാളുടെ നില ഗുരുതരം. ഉള്ളിന്റെ ഉള്ളിൽ താനൊരു ഈഴവനാണെന്ന് MM മണി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. താൻ എന്നും മണിയാശാന്റെ ആരാധകനാണെന്നും വെള്ളാപ്പള്ളി. ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള പണം സ്വീകരിച്ച് പുതിയ നോട്ടുകൾ നൽകുമെന്ന് റിസർവ് ബാങ്ക്. ജില്ലാ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്നത് 2100 കോടിയുടെ പഴയ നോട്ടുകൾ. നോട്ട് നിരോധനം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർക്കുമെന്നും സാമൂഹിക സംഘർഷത്തിനിടയാക്കുമെന്നും സർവേ നടത്തിയത് ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് പോളിസി. അതിർത്തിയിൽ പാകിസ്ഥാനെതിരെ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. 3 പാക് സൈനികരെ വധിച്ചെന്ന് സൈന്യം. പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള പണം പിൻവലിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഉത്തർപ്രദേശിൽ കോളേജ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ബാൻഡ ജില്ലയിലെ 18-കാരനായ സുരേഷാണ് ആത്മഹത്യ ചെയ്തത്. ATMൽ നിറയ്ക്കാൻ കൊണ്ടുപോയ 1 കോടി രൂപയുമായി വാൻ ഡ്രൈവർ മുങ്ങി. ബംഗളൂരുവിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിന്നുള്ള പണവുമായാണ് ഡ്രൈവർ കടന്നുകളഞ്ഞത്. നോട്ടുകൾ പിൻവലിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന് 93% ജനപിന്തുണ. മോശം നടപടിയെന്ന് പറഞ്ഞത് 2% മാത്രം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അമേരിക്കയുടെ അംബാസഡറായി ഇന്ത്യൻ വംശജ നിക്കി ഹെയ്ലിയെ തെരഞ്ഞെടുത്തു. നിക്കി അമേരിക്കയിൽ ക്യാബിനറ്റ് തല പദവി നേടുന്ന ആദ്യ ഇന്ത്യൻ വംശജ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈയിൻ FC തകർത്ത മുംബൈ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന 3ാമത്തെ ടീം.